അക്രമങ്ങൾക്കെതിരെ നടന്ന സൈനിക നടപടിയും ഏറെ പ്രശംസനീയമാണ്. അക്രമങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് വിളിച്ചു പറയാൻ ഈ സൈനിക നടപടികൾക്കായി എന്നുള്ളതാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സൈനികർക്കും ആദരവോടുകൂടി നാം നന്ദി അർപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രശംസിച്ച് പെരുന്നാൾ പ്രസംഗത്തിൽ പാളയം ഇമാം. ഇന്ത്യയുടെ ഐക്യം തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് VP സുഹൈബ് മൗലവി. ത്യാഗസ്മരണ പുതുക്കി ബലിപെരുന്നാൾ ആഘോഷം. ഈദ്ഗാഹുകൾ സന്ദർശിച്ച് നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളുടെയും സമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ബലിപെരുന്നാളിന് നമ്മുടെയൊക്കെ ഒരു ആത്മസമർപ്പണത്തിന്റെ ഒരു വലിയ പ്രാർത്ഥന എല്ലാവരും ചെയ്യുന്നു എന്നതാണ്. ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും എല്ലാം പ്രതീകമായി ആഘോഷിക്കുന്നതാണ്. 24 മണിക്കൂറിലൂടെ പുതിയ 391 കോവിഡ് കേസുകൾ കൂടി. 127 പേർ കേരളത്തിൽ. വിവിധ സംസ്ഥാനങ്ങളിലായി 4 മരണം. രാജ്യത്താകെ കോവിഡ് ബാധിതരായ 5755 പേരിൽ കേരളത്തിലുള്ള 1806 പേരും. തലസ്ഥാനത്ത് TVS ഷോറൂമിൽ വൻ തീപിടുത്തം. നിരവധി സ്കൂട്ടറുകൾ കത്തി നശിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയത് 2 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ.